വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചെന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയ അറിയിപ്പ് കത്തിച്ചു കളഞ്ഞുവെന്ന് വെളിപ്പെടുത്തി മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ. RSSനെ നിരോധിച്ചെന്ന അറിയിപ്പ് കൃത്യമായി വിതരണം ചെയ്തുവെന്നും അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ അബ്ദുറഹ്മാൻ പറഞ്ഞു. ഖത്തറിൽ ഇന്ത്യൻ എംബസിയിൽ ഇന്റർപ്രറ്ററായി ജോലി ചെയ്യവെയാണ് സംഭവം. അതിനു മുമ്പ് 1975 കുറിച്ച് പറയേണ്ടതുണ്ട്. 75 ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ, ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു ഇന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത്, എൻ്റെ ജ്യേഷ്ഠൻ കൂടിയായ ഒ അബ്ദുള്ള സാഹിബിന് പകരമായിട്ട്. പക്ഷേ ആ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് 1975 ജൂലൈ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ തുടർന്ന്, അത് ജൂൺ 26-ാം തീയതിയാണ്, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. RSSനെയും മറ്റു ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി നിരോധിച്ചത്. പിന്നീടുള്ള 2 വർഷം ശരിക്കും ഒരു പരീക്ഷാഘട്ടമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗില് ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലികളിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. എന്നോട് പറയും, ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചെലവാക്കും. ഇതാണ് ചെയ്തത്. രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ ഉത്തമ അനുസരിച്ച് ചെയ്യേണ്ടതാണ് ചെയ്തത്. അബ്ദുറഹ്മാന്റെ വിവാദമായ ഈ പ്രസംഗം, അതിൽ അദ്ദേഹം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം അന്ന് ഇന്ത്യൻ എംബസിയിലെ ഖത്തർ എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യയുടെ ഖത്തർ എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഇന്റർപ്രറ്റർ എന്ന ഒരു പദവിയിൽ. അവിടെ ഈ ലഘുലേഖകൾ, ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി അയക്കുന്ന ലഘുലേഖകൾ അത് കൃത്യമായി മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റ് ഓഫീസുകളിലും എത്തിക്കേണ്ട ചുമതലയുണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അവിടെയാണ് അദ്ദേഹം RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ തുടർന്ന് നിരോധിച്ചിരുന്നു. RSSനെ നിരോധിച്ചു എന്ന വാർത്ത മാത്രം, അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വരുമ്പോൾ സ്വാഭാവികമായും ഔദ്യോഗിക രേഖയായി തന്നെ വരുന്നൊരു സംഗതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അത് കൃത്യമായി വിതരണം ചെയ്തു, RSSനെ നിരോധിച്ചു എന്ന കാര്യം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വന്ന ലഘുലേഖകൾ അത് കത്തിച്ചു കളഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അത് കൂട്ടിയിടും, ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ഉപയോഗം, അത് ഉപയോഗിച്ചു, കത്തിച്ചു കളഞ്ഞു എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നറിയില്ല, അത് നിങ്ങൾക്ക് അത്തരത്തിൽ വിവക്ഷിക്കാമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഒ അബ്ദുറഹ്മാൻ ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്. മുഹമ്മദ് ഷഹീദ് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ്. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥനായിരിക്കെ ഇത്തരത്തിലൊരു പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നത് നമുക്ക് ആ തരത്തിൽ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യദ്രോഹമായി തന്നെ മാറുന്ന ഒരു സംഗതിയായി മാറുകയാണ്. ഇത് ഈ തരത്തിൽ പറയുന്നത് എത്രത്തോളം ഗൗരവമായി എടുക്കണം, അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനാണ്, ബുദ്ധിജീവിയാണ് ഒ അബ്ദുറഹ്മാൻ. അവരുടെ പ്രസിദ്ധീകരണമായ മാധ്യമം
ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹമാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ സംഘടനാപരമായ ഒരു ക്ലോസ്ഡ് വേദിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും ഗൗരവതരമായ ഒരു പ്രശ്നം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായിരിക്കെ അദ്ദേഹം ഈ ഖത്തറിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായിരുന്നു. ആ കാലഘട്ടത്തിൽ 1975 ജൂണിൽ അദ്ദേഹം തീയതി പറയുന്നുണ്ട്. അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്ന ഘട്ടത്തിൽ ജൂൺ 26 മറ്റുമാണ് അദ്ദേഹം എംബസി ഉദ്യോഗസ്ഥനായി ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഡോക്യുമെൻ്റായി വന്ന രേഖകൾ അദ്ദേഹം കത്തിച്ചു കളയുന്നു എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതിൽ സംഘടനാപരമായ താല്പര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് ഖത്തറിൽ വിശദീകരിക്കുന്ന വാർത്താക്കുറിപ്പുകളാണ്. അദ്ദേഹം ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന ഡോക്യുമെന്റുകളാണ്. ആ ഡോക്യുമെന്റുകൾ അവിടുത്തെ വാർത്താമാധ്യമങ്ങളിലും പൊതുജനങ്ങളിലും എത്തിച്ച് അവരോട് സന്ദേശം നൽകുകയാണ്. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ്. ഇത് താൻ കത്തിച്ചു കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അതേ സമയത്ത് തന്നെ നിരോധിക്കപ്പെട്ട മറ്റൊരു സംഘടനയായ RSS എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് വിശദീകരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലായി ആണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അല്ലെങ്കിൽ അത്തരം സൂചനകളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി സംസാരിച്ചപ്പോഴൊക്കെ ഇത് അസാധാരണമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എംബസി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തനമാണ് ചെയ്തത് എന്ന ഒരു വിശദീകരണമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഖത്തർ എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി വളരെ ആശയപരമായി അടുത്തു നിൽക്കുന്ന ഭരണകൂടവും അവിടുത്തെ ജനങ്ങളുമൊക്കെയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് വരികയൊക്കെ ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ ഖത്തർ കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കന്മാരും ഖത്തറുമായി അടുത്ത ബന്ധമുണ്ട്. അവിടെ ജോലിക്കാരായും മറ്റുമൊക്കെ അവർ നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ അബ്ദുള്ള നേരത്തെ ഇതേ ജോലി ഇന്റർപ്രട്ടർ ജോലിയിൽ അവിടെ തുടരുകയായിരുന്നു. അദ്ദേഹത്തിന് ശേഷമാണ് അബ്ദുറഹ്മാൻ സഹോദരനായ താൻ അവിടെ ജോലിക്ക് പ്രവേശിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം തന്നെ നേരിട്ട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ഇത്തരം രേഖകൾ, സർക്കാരിന്റെ തരത്തിലുള്ള രേഖകൾ അത് കൃത്യമായി എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ജോലിയായിരുന്നു അബ്ദുറഹ്മാൻ അവിടെ ഈ പറയുന്ന സമയത്ത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമ സ്ഥാപനങ്ങൾ എത്തിക്കുക, മറ്റ് ഓഫീസുകൾ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും സർക്കാരിന്റെ ഔദ്യോഗിക ഡോക്യുമെന്റായി വരുന്ന കാര്യങ്ങൾ അത് പൂഴ്ത്തിവെക്കുക, അത് കൊടുക്കാതിരിക്കുക, കത്തിച്ചു കളയുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ രാജ്യദ്രോഹം എന്നല്ലാതെ, ഇങ്ങനൊരു പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യുമ്പോൾ രാജ്യദ്രോഹം എന്നല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും? അതിന്റെ ഗൗരവം വളരെ വലുതായി മാറുകയല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത ബന്ധമുള്ള ഒരു നാടാണ് ഖത്തർ, അല്ലെങ്കിൽ അത്തരമൊരു ആശയധാര നിൽക്കുന്നൊരു രാജ്യമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയിൽ നിരോധിച്ച സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരുപക്ഷെ ഖത്തറിൽ അതുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിനകത്ത് അതൃപ്തിയും അസന്തുഷ്ടിയും ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി ആശയധാരയുമായി അവർ അടുത്തു നിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഔദ്യോഗികമായി ആ രാജ്യത്തെ അറിയിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമാണത്. കാരണം എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു എന്നുള്ളത് രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലമാണെങ്കിൽ കൂടി അന്നത്തെ ഗവൺമെൻറ് ഭരണകൂടം എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു എന്ന് മറ്റൊരു രാജ്യത്തുള്ള ജനങ്ങളോടും അവിടുത്തെയുള്ള ഭരണ സംവിധാനങ്ങളുമൊക്കെ പറയാൻ വേണ്ടി പോകുന്ന ഒരു രേഖയാണ്, ഒരു ഡോക്യുമെൻ്റാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നയതന്ത്ര ബാഗേജ് വഴി അത് അയക്കുകയും ചെയ്യുന്നത്, എംബസിയിൽ അത് എത്തുകയും ചെയ്യുന്നത്, അതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്നുള്ളതിൻ്റെ സാധൂകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ അംബാസഡർ ആയിരുന്ന ആൾ, അദ്ദേഹം തനിക്ക് നേരിട്ട് ഈ കാര്യം മാധ്യമങ്ങൾക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ പൊതു സംവിധാനങ്ങളെ അവരുടെ ബോധ്യത്തിലേക്ക് ഈ കാര്യം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായവും നിലപാടുകളും ഒക്കെ ഖത്തറിലെ പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ തീരുമാനപ്രകാരമായ ഒരു തീരുമാനത്തിനനുസരിച്ചുള്ള ഒരു ജോലിയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ആ ജോലി അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അദ്ദേഹം കത്തിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ രാജ്യദ്രോഹ സ്വഭാവത്തിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ
പൊതുവെ നമുക്ക് ലഭിക്കുന്ന പുറത്തുനിന്ന് ലഭിക്കുന്ന അത്തരം അഭിപ്രായങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ജമാഅത്തയുടെ തന്നെ ഒരു പരിപാടിയിലാണ് ഈ പ്രസംഗം നടത്തുകയെന്ന് മനസ്സിലാകുന്നു ഷഹീദ്. അവിടെ ഈ പറഞ്ഞതുപോലെ താൻ ഈ സംഘടനയോട് കൂറ് പുലർത്തുന്ന ഒരാളാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ചെയ്ത പണിയാണ് എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ അല്പം മുമ്പ് അബ്ദുറഹ്മാൻ ഇവിടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് താൻ നേരത്തെ നടത്തിയൊരു പ്രസംഗമാണ്, ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മളടക്കം ഈ പുറത്തു വന്നപ്പോൾ അതിൻ്റെ ഗൗരവം ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്. രഞ്ജിത്ത്, ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വിശദീകരണം, അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനി വരും സമയങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വാഭാവികമായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുറച്ച് മുമ്പ് തൊട്ടടുത്തുള്ള ഒരു പ്രസംഗമല്ല ഇത്, കുറച്ച് മുമ്പുള്ളതാണ്. അതേസമയം അധികം പഴക്കവുമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരം ഒരു പ്രസംഗം നമ്മൾ പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്രതീക്ഷിതമായി വന്ന ഈ വാർത്തയോട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരുപക്ഷെ പ്രതികരിക്കാൻ കഴിഞ്ഞേക്കില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് വിശദീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ രീതി അനുസരിച്ച് അത് അതീവ ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്നുള്ളൊരു സാഹചര്യം വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഒരുപക്ഷെ വരും സമയങ്ങളിലോ ഭാവിയിലോ നൽകേണ്ടി വരും എന്ന് നമുക്ക് പറയേണ്ടി കഴിയും. കാരണം അത്രത്തോളം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങളിൽ നിന്നും ഇനി വരും സമയങ്ങളിൽ ഇതിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണിത്. ഇത്തരത്തിൽ RSSനെ നിരോധിച്ച അറിയിപ്പ് കൃത്യമായി വിതരണം ചെയ്യുന്നു. അദ്ദേഹം ഈ എംബസിയുടെ ഉദ്യോഗസ്ഥനായിരിക്കെ ഖത്തറിൽ. അതേസമയം ജമാഅത്തെ ഇസ്ലാമി നിരോധന രേഖ വിതരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൻ്റെ മനസാക്ഷിയിൽ നല്ല സങ്കടമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൂട്ടിയിട്ടു. അതിനുശേഷം തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം കൃത്യമായി ഈ പ്രസംഗത്തിൽ പറയുന്നത്. പ്രസംഗത്തിലേക്ക് ഒരിക്കൽ കൂടി. 1977 അതിനു മുമ്പ് 1975 കുറിച്ച് പറയേണ്ടതുണ്ട്. 75 ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ, ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു ഇന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത്. എൻ്റെ ജ്യേഷ്ഠൻ കൂടിയായ അബ്ദുള്ള സാഹിബിന് പകരമായിട്ട്. പക്ഷേ ആ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ അതിന് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് 1975 ജൂലൈ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ തുടർന്ന്, അത് ജൂൺ 26-ാം തീയതിയാണ്, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. RSSനെയും മറ്റു ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി നിരോധിച്ചത്. പിന്നീടുള്ള 2 വർഷം ശരിക്കും ഒരു പരീക്ഷാഘട്ടമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗില് ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലികളിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. എന്നോട് പറയും, ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചെലവാക്കും. ഇതാണ് ചെയ്തത്. രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ ഉത്തമ ഇതാണ് അബ്ദുറഹ്മാന്റെ പ്രസംഗം. ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദി പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്തു. ശ്രീ RV ബാബു, ഈ പ്രസംഗം താങ്കൾ കേട്ട് കാണും. ഇന്ത്യൻ എംബസിയുടെ ഖത്തറിലെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു പണി ഈ ഗ്രൂപ്പ് എഡിറ്റർ, മാധ്യമത്തിന്റെ ഗ്രൂപ്പ് എഡിറ്റർ ചെയ്ത്. അത്
ഈ പറഞ്ഞതുപോലെ ജമാഅത്തെ വേദിയിൽ അദ്ദേഹം വിളമ്പുകയാണ്. താൻ ഇങ്ങനെ ഒരു പണി ചെയ്തു, അത് രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം എന്ന്. എങ്ങനെയാണ് ഈ വിഷയത്തോട്, ഈ പ്രസംഗത്തോട് താങ്കളുടെ ആദ്യ പ്രതികരണം? ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥത്തില് ഇതുപോലുള്ള ആളുകൾ ഇന്ത്യൻ എംബസി പോലെ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവര് രാജ്യത്തിന്റെ താല്പര്യത്തെക്കാൾ മതത്തിന്റെ താല്പര്യം കാണുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും വലിയ വിഭാഗം ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ രാജ്യത്ത് നിന്ന് അവരുടെ സർക്കാർ സംവിധാനം വഴി ഓരോ രാജ്യത്തും എന്തുകൊണ്ട് ഈ സംഘടനകളെ നിരോധിച്ചു എന്നുള്ളത് രാജ്യത്തിന്റെ ഒരു തീരുമാനമാണ്. അതിനോട് നമുക്ക് ഇവിടെ വിയോജിക്കുകയോ അനുകൂലിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാര് അവിടെ ഈ കാര്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം ചെയ്തത് RSSന്റെ ലഘുലേഖകള്, RSSനെതിരെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള ലഘുലേഖകൾ അദ്ദേഹം വിതരണം ചെയ്തു. അതിൽ അദ്ദേഹത്തിന് മനസാക്ഷിക്കുത്തുണ്ടായില്ല. വളരെ സന്തോഷത്തോടുകൂടി അത് ചെയ്തു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ളത് അദ്ദേഹം അവിടെ വിതരണം ചെയ്തില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാം, രണ്ടും ഒരേപോലെ തന്നെ വിതരണം ചെയ്യാതിരിക്കാം, രണ്ടും ഒരു തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിക്കാം. പക്ഷെ അദ്ദേഹം മനഃപൂർവ്വം ഒന്നിനെ മാത്രം തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചു, മറ്റൊന്നിനെ അദ്ദേഹം ആവേശത്തോടു കൂടി വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള ആൾക്കാർ ആരുടെ ഏത് താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? രാജ്യത്തിന്റെ താല്പര്യമാണോ അതോ തന്ത്രപ്രധാനമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അവരുടെ മതത്തിന്റെ താല്പര്യമാണോ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് ഈ ഒരു അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മാധ്യമത്തിന്റെ എഡിറ്ററുടെ കാര്യത്തിൽ മാത്രമല്ല രഞ്ജിത്ത്. നമുക്ക് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയെ സംബന്ധിച്ചുള്ള വിവാദമായ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ UPA ഭരിക്കുന്ന കാലത്ത് ഞാൻ 5 വട്ടം ഇന്ത്യയിൽ വന്നു, അതില് ഈ ഹമീദ് അൻസാരിയെ സന്ദർശിച്ച് അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ഞാൻ പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് കൈമാറിയിരുന്നു എന്ന് ഉള്ള വിവരം അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിലെ ഒരു ഇന്റർവ്യൂവിലാണ്. അപ്പൊ ഇതുപോലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ രാജ്യ താല്പര്യത്തെക്കാൾ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വരുമ്പോൾ നമുക്ക് ആരെയാണ് ഇനി വിശ്വസിക്കുക? ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഏത് മേഖലയിലാണ് ജോലിക്ക് എടുക്കുക? എനിക്ക് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങളുടെ മാധ്യമം മുഖേന സർക്കാരിനോടും അതേപോലെ ബന്ധപ്പെട്ടവരോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കേരളത്തിലടക്കം നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിലടക്കം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നുണ്ട്. ശരിക്ക് പറഞ്ഞാൽ ഇത് രാജ്യദ്രോഹത്തിന് വളവിടുന്ന പരിപാടിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരം ആളുകൾ ഇതിലൂടെ നുഴഞ്ഞു കയറി യഥാർത്ഥത്തിൽ രാജ്യത്തിന് വിരുദ്ധമായ നിലപാടുകൾ എടുക്കാൻ വളരെ സാഹചര്യം ഉണ്ടാക്കുന്ന നിലപാടാണിത്. നമ്മൾ കണ്ടു, പോലീസില് പോപ്പുലർ ഫ്രണ്ടിന്റെ ചാരന്മാര് കടന്നുകൂടി അത്തരം ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു. തൊടുപുഴയിൽ അനസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. RSSന്റെ ആളുകളുടെ വിവരങ്ങള് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് ചോർത്തി കൊടുത്തു എന്നുള്ളതിന്റെ പേരില്. മൂന്നാറില് 3 പോലീസ് ഉദ്യോഗസ്ഥന്മാര് തീവ്രവാദ സംഘടനകൾക്ക് പോലീസ് ഫയലുകൾ ചോർത്തി കൊടുത്തു എന്നുള്ള പേരിൽ ഇപ്പൊ സസ്പെൻഷനിലാണ്. നമ്മൾ അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ ആള് പോപ്പുലർ ഫ്രണ്ടില് കൊലപാതകത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. തന്ത്രപ്രധാനമായ വളരെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന മേഖലകളിൽ ഇത്തരം ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ആളുകളെ ആ മേഖലയിലേക്ക് നിയമിക്കാവൂ എന്നുള്ള ഒരു വലിയ പാഠമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഈ വിഷയം. ശരി, നന്ദി ശ്രീ RV ബാബു. ഏതായാലും ഈ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ തരത്തിൽ തൻ്റെ ഔദ്യോഗിക ഡോക്യുമെന്റായി കേന്ദ്ര സർക്കാർ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി അയച്ചു കൊടുത്ത ലഘുലേഖ അത് മാധ്യമ സ്ഥാപനങ്ങളിലും ഒപ്പം ഓഫീസുകളിലും എത്തിക്കേണ്ട കാര്യം, അതിൽ തൻ്റെ ഭാഗത്ത് നിന്ന് മതപരമായ ചിന്തയിൽ ഈ പറഞ്ഞ പോലെ രാജ്യ താല്പര്യങ്ങൾ മാറ്റിവെച്ച് മതതാല്പര്യം മാത്രം കണ്ടുകൊണ്ട് ആ മതത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് താൻ ചെയ്ത ഒരു പണി, ഇന്ത്യൻ എംബസിയിൽ വെച്ച് ചെയ്ത ഒരു പണി, അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നു. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യ താല്പര്യത്തെക്കാൾ വലുത് ഇത്തരം ആളുകൾ ഇത്തരം പോസ്റ്റുകളിൽ കടന്നു വരുമ്പോൾ അവർക്കുള്ള താല്പര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാവുകയാണ് ഈ പ്രസംഗത്തിലൂടെ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായി ഉയർന്ന ആരോപണങ്ങളുണ്ട്. ഇത്തരം ആളുകൾ പല സ്ഥലങ്ങളിലും കയറുന്നു, നുഴഞ്ഞു കയറുന്നു, അവർ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു,
ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അതിന് കുറച്ചുകൂടി ബലം പകരുകയാണ് വർഷങ്ങളായി ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി പരസ്യമായി വെളിപ്പെടുത്തുമ്പോൾ. രഞ്ജിത്ത്, ഈ ആർ.വി. ബാബു സൂചിപ്പിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ഈ അടിയന്തരാവസ്ഥയോട് വിയോജിപ്പുള്ള സംഘടനകൾ നിരവധി ഉണ്ടായിരുന്നു. RSSനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ അടിയന്തരാവസ്ഥയോട് വിയോജിപ്പുണ്ടായിരുന്നു. ഇന്ദിരയുടെ ഏകാധിപത്യത്തിനെതിരെയൊക്കെ അവർ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് ഈ പ്രത്യേകിച്ചും അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പല സംഘടനകളും നിരോധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയും നിരോധിക്കുന്നത് ഈ മതത്തെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു സംഘടനാ രീതിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു വിലയിൽ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനകളെ നിരോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് സംഘടന നിരോധിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഖത്തറിലൊക്കെ ആ തരത്തിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനെതിരെ പ്രതിഷേധം ഉയരുകയും ചെയ്തു. അപ്പോൾ ആ സർക്കാരിനെയും അവിടുത്തെയുള്ള പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അറിയിക്കുകയാണ് എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും ഇവിടെ ഇന്ത്യയിൽ നിരോധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നിരന്തരമായ കുറിപ്പുകൾ പോയിരുന്നു. ആ കുറിപ്പുകളിലാണ് ഈ രീതിയിൽ RSS എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു എന്നതിൻ്റെ ഡോക്യുമെന്റുകൾ താൻ വിതരണം ചെയ്യുകയും ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് പറയുന്ന, പ്രത്യേകിച്ചും ആ ഖത്തർ പോലെയുള്ള രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനമാണ് സ്വാഭാവികമായും ഇന്ത്യക്ക് വിശദീകരിക്കേണ്ടി വരിക. അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഡോക്യുമെന്റ് താൻ വിതരണം ചെയ്തില്ല, നശിപ്പിച്ചു എന്നുള്ള അദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ. അതായത് അടിയന്തരാവസ്ഥ കാലമാണ് ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ എതിർപ്പുകൾ പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്. അത് സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ വിശദീകരിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്, മറ്റു രാജ്യങ്ങളിലടക്കം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി എഴുതിയ കുറിപ്പുകൾ, അതിന്റെ വിശദീകരണം അത് മിക്ക രാജ്യങ്ങളിലും ഈ തരത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നു എംബസി വഴി. അവിടെ ഖത്തർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്ത് ഇത് സർക്കാരിന്റെ ഈ നീക്കമാണ്, ഈ ലക്ഷ്യമാണ് അന്ന് എംബസി ഉദ്യോഗസ്ഥനായിരുന്ന അബ്ദുറഹ്മാൻ പൊളിച്ചത്. രഞ്ജിത്ത്, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഷ്ട്രീയമായ വിയോജിപ്പുകളും സംഘടനാപരമായ വിയോജിപ്പുകളും അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള എതിർപ്പുകളുമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യർ വ്യത്യസ്ത സംഘടനകൾ ഉള്ള ആളുകൾ എന്ന രീതിയിൽ ഉണ്ടാകും. പക്ഷേ അതൊരിക്കലും ഔദ്യോഗികമായ കൃത്യനിർവഹണത്തെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ നിയമാവലികളിലുമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും വളരെ തന്ത്രപ്രധാനമായ ഇന്ത്യൻ എംബസി പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ രേഖകൾ തൻ്റെ കയ്യിലെത്തുന്ന സമയത്ത് അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി, പ്രത്യേകിച്ചും അന്നത്തെ ഭരണകൂടത്തിന്റെ കീഴിൽ ജോലി, അടിയന്തരാവസ്ഥ കാലമാണെങ്കിൽ പോലും അന്നത്തെ ഭരണകൂടത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കർത്തവ്യം അദ്ദേഹം നിർവഹിച്ചില്ല എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നശിപ്പിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഒപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇന്ത്യ ഗവൺമെന്റ് പച്ചക്കള്ളം ആണ് ഡോക്യുമെന്റായി അയച്ചത് എന്നുള്ള ഒരു പറച്ചിൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അത് ആ രീതിയിൽ തൻ്റെ ഉദ്യോഗസ്ഥ രീതിയിൽ താൻ നിർവഹിക്കേണ്ട കൃത്യനിർവഹണത്തിനേക്കാൾ ഉപരി തൻ്റെ സംഘടനാ താല്പര്യവും അത്തരം വിശ്വാസ താല്പര്യങ്ങളും ഒക്കെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൗരവതരമായ കാര്യം. രാജ്യത്തിൻ്റെ തന്നെ ഔദ്യോഗിക രേഖ താൻ നശിപ്പിച്ചു എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വളരെ അതീവ ഗൗരവമുള്ളതാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ. ഏതായാലും ഒ അബ്ദുറഹ്മാനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നേരത്തെ താൻ നടത്തിയ ഒരു പ്രസംഗമാണ് ഇത്, അതിനിപ്പോൾ അങ്ങനെ പ്രസക്തിയില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുമ്പോഴും ഇത് അദ്ദേഹം വ്യക്തമായി തന്നെ ആ വേദിയിൽ ഉന്നയിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ ഷഹീദ് പറഞ്ഞ പോലെ ഈ പ്രസംഗത്തിൻ്റെ അത് പുറത്തു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല ഇത്ര പെട്ടെന്ന്. ഒപ്പം അതിൻ്റെ ഗൗരവം ഇത്ര വർദ്ധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായൊരു പ്രതികരണം ആ വിഷയത്തിൽ വന്നിട്ടില്ല. വരും മണിക്കൂറിൽ ഒരുപക്ഷെ അതും പ്രതീക്ഷിക്കാം. അതും പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട്, എംബസിയിലെ ഉദ്യോഗസ്ഥനായി ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത് രാജ്യദ്രോഹം തന്നെയാണ്. രാജ്യ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മതപരമായ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട്, തൻ്റെ മതപരമായ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട്, തൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണി ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. അബ്ദുറഹ്മാന്റെ പ്രസംഗത്തിലേക്ക് ഒരിക്കൽ കൂടി. 1977 അതിനു മുമ്പ് 1975 കുറിച്ച് പറയേണ്ടതുണ്ട്. 75 ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ, ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു ഇന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത്, എൻ്റെ ജ്യേഷ്ഠൻ കൂടിയായ ഒ അബ്ദുള്ള സാഹിബിന് പകരമായിട്ട്. പക്ഷേ ആ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ അതിന് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് 1975 ജൂലൈ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ തുടർന്ന്, അത് ജൂൺ 26-ാം തീയതിയാണ്, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. RSSനെയും മറ്റു ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി നിരോധിച്ചത്.
പിന്നീടുള്ള 2 വർഷം ശരിക്കും ഒരു പരീക്ഷാഘട്ടമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗിൽ ജമാഅത്ത് ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലികളിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. എന്നോട് പറയും ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സങ്കടം നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചെലവാക്കും. ഇതാണ് ചെയ്തത്. രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഉത്തമനുസരിച്ച് ചെയ്യേണ്ടത്. ഷഹീദ്, ഈ ജമാഅത്തെ വേദിയിലാണ് ഇത്തരം പ്രസംഗം അബ്ദുറഹ്മാൻ നടത്തുന്നത്. ജമാഅത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ മുമ്പിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, കാര്യത്തിന്റെ ഗൗരവം അത് കുറച്ചു കാണുകയാണ്. തനിക്ക് തോന്നുന്നത് ചെയ്തു, തൻ്റെ മതപരമായ കാര്യങ്ങൾ മാത്രം ചെയ്തു, രാജ്യതാൽപര്യം മാറ്റിവെച്ചു എന്ന് തുറന്നു പറയുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. ഇത്തരം ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് അവരുടെ പണി എംബസികളിൽ ഇരുന്നു കൊണ്ട്, ഇതിനപ്പുറം മറ്റെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, തീർച്ചയായും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടനാ സ്വഭാവവും അവരുടെ ആശയ അടിത്തറയും ഒക്കെ നമ്മൾ പലതവണ മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലും പല നിലയിലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് ഒരു ഘട്ടത്തിൽ അവർ ദൈവഭരണം, ഹുക്കുമത്തെ ഇലാഹി, ദൈവഭരണം ഇന്ത്യയിൽ സംസ്ഥാപിതമാകണമെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തൊക്കെ ഒരു സംഘടനയായിരുന്നു. ജനാധിപത്യത്തിലും അവരുടെ അടിസ്ഥാന ആശയധാരകളിലൊക്കെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പൊള്ളയാണ്, അതിൽ വിശ്വസിക്കാൻ, അതിനെ പിന്തുണയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു നിലപാടൊക്കെ അവരുടെ ആധികാരിക രേഖകൾ, അവരുടെ സ്ഥാപകനായ അബുലോല മൗദൂദിയുടെയൊക്കെ രേഖകളും പുസ്തകങ്ങളും ഒക്കെ അങ്ങനെ, അതുകൊണ്ട് അതൊന്നും പിൻവലിക്കാൻ ഇതുവരെ സംഘടന തയ്യാറായിട്ടില്ല. ഒരു ഘട്ടത്തിൽ പിന്നീട് അവർ ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരികയും പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഒരു രൂപമാറ്റം വരുന്നതിന് മുമ്പ് 1975കളിലുള്ള ഒരു കഥ കൂടിയാണ് അബ്ദുറഹ്മാൻ പറയുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ഈ തരത്തിൽ ജനാധിപത്യ സ്വഭാവത്തിലേക്കൊക്കെ സംഘടന വരുന്നതിന് മുമ്പുള്ള അവരുടെ അന്ന് നടത്തിയ ഒരു പ്രവർത്തനം കൂടിയാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെ കൃത്യമായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കാലവുമായി ബന്ധപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. കാരണം ആ രീതിയിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇന്ത്യൻ ഭരണകൂടത്തെ പോലും ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഘടനാ കാലത്ത് നിന്നുകൊണ്ടാണ് അബ്ദുറഹ്മാൻ അന്ന് ഇന്ത്യൻ എംബസിയിൽ താൻ ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ അപ്പോഴുമൊക്കെ ആ സംഘടനാ തത്വങ്ങളും ചിന്തകളും അവരുടെ ആശയധാരകളും ഒക്കെ എന്തു തന്നെയായാലും സർക്കാരിൻ്റെ, ഇപ്പോൾ ഇന്ത്യൻ എംബസി പോലെയുള്ള ഒരു വളരെ നയതന്ത്ര സ്വഭാവമുള്ള ഒരു സംവിധാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കെ ഈ രീതിയിൽ തങ്ങളുടെ സങ്കുചിതമായ സംഘടനാ താല്പര്യത്തിന് വേണ്ടി ആ പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം തന്നെ നടത്തുന്നത്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ ഗൗരവം അദ്ദേഹം കുറച്ച് കാണുന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം തന്നെ അത് തൊട്ട് പിന്നാലെ പറയുന്നുണ്ട്, ഇത് രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്ന് തനിക്ക് പറയാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ ഇതിന് രാജ്യദ്രോഹ വ്യാഖ്യാനവും ഉണ്ടാകാമെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ പ്രസംഗം പുറത്തേക്ക് വന്ന് പുറത്ത് പൊതുസമൂഹം ഈ രീതിയിൽ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഘട്ടത്തിൽ അതീവ ഗൗരവതരമായി തന്നെ ഈ വെളിപ്പെടുത്തൽ കാണേണ്ടി വരികയും ചെയ്യും. ഏതായാലും അബ്ദുറഹ്മാന്റെ വിവാദ പ്രസംഗമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അത് ഇന്ത്യൻ എംബസിയിൽ ഇരിക്കെ ഇത്തരമൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ്. RSSന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ പ്രചരിപ്പിച്ചു. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ അയച്ച ഔദ്യോഗിക രേഖ അത് അവിടെ പ്രചരിപ്പിക്കാതെ, ആൾക്കാരിൽ എത്തിക്കാതെ, സർക്കാർ സംവിധാനങ്ങളിലും ഖത്തറിലെ സംവിധാനങ്ങളിൽ എത്തിക്കാതെ, മാധ്യമങ്ങളിൽ എത്തിക്കാതെ കത്തിച്ചു കളഞ്ഞു എന്നുള്ള നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അബ്ദുറഹ്മാന്റെ ഭാഗത്തുണ്ടാകുന്നു. ആ പ്രസംഗമാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്.
1977 അതിനു മുമ്പ് 1975 കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ 75 ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ, ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു ഇന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത്, എൻ്റെ ജ്യേഷ്ഠൻ കൂടിയായ ഒ അബ്ദുള്ള സാഹിബിന് പകരമായിട്ട്. പക്ഷേ ആ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ അതിന് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് 1975 ജൂലൈ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ തുടർന്ന്, അത് ജൂൺ 26-ാം തീയതിയാണ്, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നു. RSSനെയും മറ്റു ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി നിരോധിച്ചത്. പിന്നീടുള്ള 2 വർഷം ശരിക്കും ഒരു പരീക്ഷാഘട്ടമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗിൽ ജമാഅത്ത് ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലികളിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. എന്നോട് പറയും, ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ, RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചെലവാക്കും. ഇതാണ് ചെയ്തത്. രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഉത്തമ അനുസരിച്ച് ചെയ്യേണ്ടതാണ് ചെയ്തത്.